ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിൽ സ്നേഹമുള്ളവരെ, ജെറമിയ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായം 19 വാക്യം. ഇപ്പോൾ ഞാൻ അനുതപിക്കുന്നു, മാറത്തടിച്ച് ഞാൻ കരഞ്ഞു, ലജ്ജിച്ച് ഞാൻ തല താഴ്ത്തി. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ശരിയായ പാപബോധം നമുക്കുണ്ടാകുമ്പോൾ കരച്ചിലും ദുഃഖവും ഉണ്ടാവുക സ്വാഭാവികമാണ്. ദുഃഖം തന്നെ 2 രീതിയിൽ നമുക്ക് ഉണ്ടാകാറുണ്ട്. രക്ഷാകരമായ ദൈവഹിതപ്രകാരമാണ് നമുക്ക് ദുഃഖമുണ്ടാകുന്നതെങ്കിൽ അത് ശരിയായ അനുതാപത്തിലേക്കും പ്രായശ്ചിത്തത്തിലേക്കും നമ്മെ എത്തിക്കും. നേരെ മറിച്ച് ലൗകികമായ ദുഃഖമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് നമ്മെ മരണത്തിലേക്കാണ് നയിക്കുന്നത്. പത്രോസിനുണ്ടായത് ദൈവഹിതപ്രകാരമുള്ള ദുഃഖമാണ്. അതുകൊണ്ടാണ് പത്രോസിന് രക്ഷാകരമായ പശ്ചാത്താപത്തിലേക്ക് കടന്നു വരുവാൻ സാധിച്ചത്. എന്നാൽ യൂദാസിനുണ്ടായത് വെറും ലൗകികമായ ദുഃഖം മാത്രം. അതുകൊണ്ട് യൂദാസിന് ശരിയായ പശ്ചാത്താപത്തിലേക്ക് കടന്നു വരുവാൻ സാധിച്ചില്ല, മറിച്ച് മരണത്തിലേക്കാണ് കടന്നുപോയത്. സ്നേഹമുള്ളവരെ, നാമും നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നു പോയാലും ശരിയായ ദൈവഹിതപ്രകാരമുള്ള പശ്ചാത്താപത്തിലേക്ക് കടന്നു വന്ന് ദൈവവുമായിട്ടുള്ള ബന്ധം വീണ്ടും കൂട്ടിയോജിപ്പിക്കുവാനായിട്ട് നാം പരിശ്രമിക്കണം. അല്ല എങ്കിൽ വെറും ലൗകികമായ ദുഃഖം മാത്രമേ നമുക്കുള്ളെങ്കിൽ വീണ്ടും വീണ്ടും പാപം ചെയ്ത് നാം മരണത്തിലേക്ക് കടന്നു പോകും. ശരിയായ പശ്ചാത്താപവും പാപബോധവും നമുക്കുണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി പരിശ്രമിക്കാം. ആമേൻ.